പിന്നെ ഇങ്ങനെ ഒരു ഇത്രയും കാലം കൂടെ നടന്നതിന് ശേഷം എന്തിനിങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായി? അതാണല്ലോ ഇത്രയും കാലം കഴിഞ്ഞിട്ടൊരു വെളിപ്പെടുത്തലുണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ സാറ് പ്രതീക്ഷിക്കുന്നത്. 2017 ഞാൻ ഈ കേസിനാസ്പദമായ കാര്യങ്ങൾ ശേഖരിക്കുന്നത്. പുള്ളിയുടെ സാന്നിധ്യത്തിൽ, പുള്ളിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. 2014 മുതൽ പുള്ളിയായിട്ട് ബന്ധമുണ്ട്. 2014 പുള്ളിയുടെ ബന്ധമുണ്ട്. 2016 ആണ് ഞാൻ പൾസർ സുനിയെ പുള്ളിയുടെ വീട്ടിൽ വെച്ച് കാണുന്നത്. 2017 നടിയാക്രമിക്കപ്പെടുന്നത്. 2017 പുള്ളി എനിക്ക് തോന്നുന്നു ജൂലൈ 10 പുള്ളി ജയിലിലാകുന്നു. ഒക്ടോബർ 3 പുള്ളി പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിയതിന് ശേഷവും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസിനാസ്പദമായ ഓഡിയോ റെക്കോർഡിങ്സ് എടുക്കുന്നത്. ആ നിമിഷം വരെയും പുള്ളി ഒരു കുറ്റക്കാരനാണ്, തെറ്റുകാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പുള്ളി അപ്പോൾ ചോദിക്കും, പുള്ളി ജയിലിൽ കിടന്നല്ലോ, പുള്ളി 90 ദിവസം റിമാൻഡിലായിരുന്നല്ലോ, അങ്ങനെ റിമാൻഡിലായി എന്ന് പറഞ്ഞ് പുള്ളി കുറ്റക്കാരനാണെന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം പുള്ളി അപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന സംഭവം എന്താണ്, മലയാളത്തിലെ ഒരു പ്രമുഖ നടനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന്, ഞാൻ ആ പ്രമുഖ നടൻ്റെ പേര് ഞാൻ എൻ്റെ 164 സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. ദിലീപ് എപ്പോഴും പുള്ളിയുടെ ജീവിതം തകർത്തു എന്ന് പറയുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളുടെ പേര് അത് ഞാൻ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് എന്നെ ചതിക്കുഴിയിൽ പെടുത്തുകയായിരുന്നു. സൂപ്പർ നടൻ, മലയാളത്തിലെ ഒരു സൂപ്പർ നടനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയെന്ന് വിശ്വസനീയമായ രീതിയിൽ പുള്ളി എന്നോടും മറ്റുള്ളവരോടും പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിരപരാധിയായിട്ടുള്ള ഒരാളല്ലേ അകത്ത് കിടന്നത് എന്ന്. അപ്പോൾ എൻ്റെ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. മാത്രമല്ല പൾസർ സുനിയെ പോലുള്ള ഒരാളിനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ തെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് എന്നെ കാണുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, സാറ് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ക്രൈം ചെയ്യുന്നു. സാറിനെ ഇവിടെ വെച്ച് കണ്ട ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒരാൾ കൊല ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളും കൂടെ പ്രതിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ലേ അത്? അപ്പോൾ അങ്ങനെ ആ ഒരു ലാഘവത്തോടെ ഞാനത് തള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോഴും പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിലേക്കായിരുന്നു പോലീസ് ശ്രമിച്ചതെന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇദ്ദേഹം പൾസർ സുനിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് പുള്ളിക്ക് ആ സമയത്ത് വിനയായതെന്ന് ഞാൻ കണക്കാക്കുന്നു. കാരണം പുള്ളിയോടൊപ്പം പൾസർ സുനിയെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പലരും ഭയന്ന് പിന്നീട് പറയാതിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ദിലീപ് ഒരു കുറ്റക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ജാമ്യം കിട്ടി പുള്ളിയെ കാണാൻ പോകുന്ന സമയത്തും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഒക്കെയും പുള്ളി നിരപരാധി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാലം തെളിയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ 2017 നവംബർ മാസം 15 അന്നത്തെ ദിവസം മറക്കാത്തതിന് ഒരു പ്രത്യേകത ഉണ്ട്. അന്ന് തോമസ് ചാണ്ടി സാർ രാജിവെച്ച ദിവസമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദിവസം അതാണ് മറക്കാൻ പറ്റാത്തത്. വേറൊരു പ്രത്യേകത ഉണ്ട്. അതെ, പിണറായിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ആ ദിവസത്ത് ഇദ്ദേഹം ഈ കേസിനാസ്പദമായ ചില വിഷയങ്ങൾ അവിടെ പരാമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട്. ഒരുപക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തതിനേക്കാളേറെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചത് കേട്ടിട്ടാണ് ഈ നമ്മൾ സിനിമയിൽ ഹാഫ് വേ ഓപ്പണിംഗ് എന്ന് പറയുമല്ലോ, ഈ ഹാഫ് വേ ഓപ്പണിംഗിലാണ് ഞാൻ റെക്കോർഡ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ പറയുന്ന സാധനങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുകയുണ്ടായത്. ആ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ ഡയലോഗ് തന്നെയാണ്, ഇതിലൊരു പെണ്ണിന് പങ്കുണ്ടെന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഈ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നെന്നും. അല്ല, അത് പുള്ളി പുറകോട്ട് കൈ ചൂണ്ടിയാ പറഞ്ഞത്. അത് പുള്ളി ഒരു മൂഡിൽ അങ്ങനെ പറഞ്ഞത്. അത് നമ്മളിപ്പോ എന്റെ ഭാര്യ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ പുള്ളി ഇങ്ങനെ കൈ ചൂണ്ടിയാ പറഞ്ഞത്. പുറകെ സൈഡിൽ താമസിക്കുന്ന പെണ്ണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയങ്ങൾ വന്നതും കൂടുതൽ ഈ പോർഷൻ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയതും അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇതിന്റെ അടുത്ത ഘട്ട മറുപടി എന്ന് പറയുന്നത്, ഇതിന് ഇത്ര ഡിലേ ഉണ്ടായത്. ഇപ്പൊ സാറ് തന്നെ ദിലീപിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എത്രയോ എപ്പിസോഡുകൾ സാറ് പറഞ്ഞിട്ടുള്ളൂ. സാറിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പല ചാനലിലും സാറ് സംസാരിച്ചത് കണ്ടിട്ടുള്ളതാണ്. സാറ് പറയുന്നതിനേക്കാളേറെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബന്ധങ്ങളുണ്ടെന്ന് കൂടെ നടന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. കാരണം പുള്ളി സംസാരിക്കുന്നതും പുള്ളി കൊടുത്തിട്ടുള്ള കമാൻഡ്സും ആ സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതും ഒക്കെ അവിടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടവിടെ എന്തുകൊണ്ട് ഓടിച്ചെന്ന് വെളിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നവർക്ക് ചോദിക്കാൻ എളുപ്പമാണ്. അത് എൻ്റെ സാഹചര്യത്തിൽ വരണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവൂ. നമ്മൾ വെളിപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ തന്നെ സാർ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാവലിന് വേണ്ടി ഗണ്ണേന്തിയ ഒരു പോലീസുകാരനാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിലേക്ക് വേണ്ടി ഈ വിഷയം വന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അത്രയ്ക്കും ഒന്നുമില്ല, ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പോലീസ് കരുതിയിരുന്നെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ വീട്ടിലിടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് പുറത്തു പറയാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം.